നമസ്കാരം. ഗാസ മുനമ്പ്, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ തങ്ങളുടെ സൈന്യം അനിശ്ചിതമായി തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്. ഇത് വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഹമാസുമായുള്ള ചർച്ചകളെ കൂടുതൽ ദുഷ്കരമാക്കിയേക്കാം. കഴിഞ്ഞ മാസം വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഗാസയുടെ പകുതിയിലധികം പ്രദേശം ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷവും ലബനനിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇസ്രയേൽ വിസമ്മതിച്ചിരുന്നു. ഡിസംബറിൽ വിമതർ പ്രസിഡന്റ് ബാഷർ അസദിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് തെക്കൻ സിറിയയിലെ ഒരു ബഫർ സോണും ഇസ്രയേൽ പിടിച്ചെടുത്തിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രയേൽ സൈന്യം ഒഴിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത പ്രദേശങ്ങൾ ഒഴിയില്ല. ലെബനിലെയും സിറിയയിലെയും പോലെ ഗാസയിലെ താൽക്കാലികമോ സ്ഥിരമോ ആയ ഏത് സാഹചര്യത്തിലും ശത്രുക്കൾക്കും സമൂഹങ്ങൾക്കും ഇടയിലുള്ള ഒരു ബഫറായി സൈന്യം സുരക്ഷാ മേഖലകളിൽ തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചത്. പലസ്തീനികളും ഇരു അയൽ രാജ്യങ്ങളും ഈ ഇസ്രയേൽ സൈനിക സാന്നിധ്യത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ സൈനിക അധിനിവേശമായാണ് കണക്കാക്കുന്നത്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ശാശ്വതമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യാതെ തങ്ങളുടെ കയ്യിലുള്ള ഡസൻ കണക്കിന് ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞു. ബന്ദികൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രധാന സംഘടന പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പ്രായോഗികവും അഭിലഷണീയവുമായ ഒരു പരിഹാരമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വില പോലും നൽകി ഒരു കരാറിന്റെ ഭാഗമായി എല്ലാ ബന്ദികളെയും ഒരേ സമയം മോചിപ്പിക്കുക എന്നതാണത് എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗാസയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രതിസന്ധി കൂടുതൽ വഷളായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം ഗാസയിൽ 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ഗാസയുടെ ചില ഭാഗങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഹമാസിനെ സ്വന്തം നിബന്ധനകൾക്ക് അടുത്തൊരു കരാർ അംഗീകരിക്കാൻ സമ്മർദ്ദവും ചെലുത്തി. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മോശമായ മാനുഷിക സാഹചര്യം ഗാസയിലായിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് 2 മുതൽ ഗാസയിലേക്ക് എല്ലാ അവശ്യ സാധനങ്ങളും ഇസ്രയേൽ നിരോധിച്ചിരുന്നു. ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും കൂടുതലും സാധാരണക്കാർ 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. മിക്കവരെയും പിന്നീട് കരാറുകൾ വഴി വിട്ടയച്ചു. എന്നാൽ 59 പേർ ഇപ്പോഴും ഗാസയിലാണ്. അതിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഏകദേശം 51,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്.